നീ ഏതാടാ? ഞാൻ കാശി, പുതിയ ആരാചാര. എന്റെ ചേട്ടായി അപ്പൈരവൻ. ഇതെന്നെ പണിക്കെടുത്ത എന്റെ കടലാസ. എന്താടാ നിന്റെ ചേട്ടൻ ചത്തോ? അതിലും വലിയ മഹാപാപികൾ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഏട്ടായിയെ കാലം വിളിക്കുകയെന്നെ. നിന്റെ ചേട്ടൻ ഇതൊക്കെ നിർത്തിവെച്ച് പോയതാണല്ലോടാ, പിന്നെ നീ എന്തിനു വന്നു? ആളുകളെ തൂക്കിക്കൊള്ളുന്നത് ഒരു രസല്ലേ അമ്മ? ഹൈദർ ആരാണെന്ന് നിനക്കറിയാമോ? തീക്കനലിനോടാ നിന്റെ കളി. വെള്ളം ഒഴിച്ചക്കെടാത്ത തീ ഉണ്ടായമ്മന്നെ. സെൻട്രൽ ജയിലിനകത്ത് നിന്ന് നീ നേർക്ക് നേരെ വർത്തമാനം പറയുന്നത് ആരുടെ ധൈര്യത്തിലാണെന്നറിയാം. ഇടിച്ചു നിന്റെ എല്ലൊടിക്കും. ഹൈദരെ കൊല്ലാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എഴുതി തന്നിട്ട് പൊയ്ക്കോ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഇതുവരെ 8-10 അടകോടന്മാര് എന്റെ ഏട്ടായി കൊന്നിട്ടുള്ളൂ. ഇപ്പോ ഏമാമാര് വരെ പേടിക്കുന്ന ഒരു വലിയ അമ്മന്നെ കയ്യെ കിട്ടിയപ്പോ ഞാനത് കളയാനാ. ചുമ്മാ ശാഖനം മുടക്കാതെ ആ കൊലമുറിയിട്ട് താക്കോലിങ്ങന്നെ. നോ സർ. എന്താ സാറിന്റെ വീറും വാശിയും ഇവനോട് വേണ്ട. ജയിലിനകത്തായാലും പുറത്തായാലും ഇവന്റെ പൂർണ്ണ സംരക്ഷണം എനിക്കാ. അതിനുള്ള ഗവൺമെന്റ് ഓർഡർ. വാ. ഒരുപാട് പേരെ കൊന്നവനാ ഹൈദർ. ആ എന്നെ തൂക്കിക്കൊല്ലുന്നു തന്നെ ചാവുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. ജയിലിൽ ഒരാളെ തൂക്കിയ തനിക്ക് എന്ത് കിട്ടും? പുണ്യം കിട്ടും, പിന്നെ 150 രൂപയും. അങ്ങാടിയിൽ 5 കാളയറുത്ത അതിൽ കൂടുതൽ കിട്ടുമല്ലോ. പക്ഷെ പുണ്യം കിട്ടില്ല. തന്നെ വിളിച്ചത് ഒന്ന് കാണാനാ. കണ്ടു. വയ്ക്കോ. വന്ന ജോലി തീർത്തിട്ട് പോവാം അല്ലേ മന്നെ? നീ കെട്ടിത്തൂക്കിയാലും ഞാൻ ചാവില്ല. നിന്നെ തൂക്കിക്കൊല്ലാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട, നിന്റെ പോലും. പക്ഷെ എന്നെ കൊല്ലണമെങ്കിൽ എന്റെ അനുവാദം വേണം. വയ്ക്കോ. നരേശമ്മാച്ചൻ ആരാച്ചാർക്ക് കൂട്ട. നമ്മൾ തമ്മിലൊരു കണക്ക് തീർക്കാനുണ്ട്. മനസ്സിൽ ഞാൻ ചുവന്ന വരയിട്ട് വെച്ചിരിക്കുന്ന ഒരു കണക്ക്. എന്താ ഭദ്ര? നാളെ സൂര്യോദയത്തിന് മുമ്പ് ഹൈദർ മരക്കാരെ തൂക്കിക്കൊല്ലും. തൂക്കിക്കഴിഞ്ഞാൽ പിന്നെ ശവം ജയിലിനകത്തൂടെ പുറത്തേക്ക് കൊണ്ടുവരില്ല. ദേ ഇതിലേ കൊണ്ടുവരും. ഇവിടെ വെച്ച് ബന്ധുക്കൾ കളക്ട് ചെയ്യാം. അലീക്ക, മയ്യത്ത് തറവാട്ടിലേക്കോ അതോ? അലി വേണ്ട. Under the above circumstances, I hold that the accused Haider Marakar is convicted for murdering Veera Simhan and Pratapan on 8/8/1989 in the suburbs of... മതി മതി, ഇത് പലവട്ടം വായിച്ചു കേട്ടതാ.
എന്ത് വേഷമാടത്? ആരാച്ചാർക്കും നിയമത്തിനും നിറം കറുപ്പ്, തോട്ടിക്കും ലാത്തിക്കും നിറം കാക്കി. കൊള്ളാം. അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. എന്നെ തൂക്കിക്കൊല്ലരുത്. തന്നെ കൊണ്ട് സാധിക്കുമോ? അഞ്ചു മിനിറ്റ് കൂടിയുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹലോ, സെൻട്രൽ ജയിൽ. ഇത് പോലീസ് വയർലെസ് സെല്ലിൽ നിന്നാണ്. ഡൽഹിയിൽ നിന്ന് ഒരു അർജന്റ് മെസ്സേജ് ഉണ്ട്. എന്താ? തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ വെച്ച് നടന്ന ഒരു എക്സ്പ്ലോഷനിൽ ഉപരാഷ്ട്രപതി വൈദ്യലിംഗം ദാരുണമായി കൊല്ലപ്പെട്ടു. ഒരാഴ്ച കാലത്തേക്ക് ഇന്ത്യ ഒട്ടാകെ ദുഃഖാചരണം. അതുവരെ ഹൈദരുടെ എക്സിക്യൂഷൻ നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവായിരിക്കുന്നു. ഹൈദരുടെ കെട്ടഴിക്കൂ. മരിച്ച മഹാന് എന്റെ പേരിൽ റീത്ത് വെച്ചേക്ക്. ഒരാഴ്ച, ഒരേ ഒരാഴ്ച. ഒരാഴ്ചയല്ല, ഈ ജന്മത്ത് ഹൈദരെ തൂക്കിക്കൊല്ലാൻ നിങ്ങൾക്കാവില്ല. അവൻ ഇനിയും രക്ഷപ്പെടും. അന്ന് ഞാനൊരു സത്യം ചെയ്തു തന്നില്ലേ? അത് അബദ്ധമായി പോയി. എന്ത് സത്യം? ഒന്നുമില്ല. പിന്നിപ്പോ പറഞ്ഞത്? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? തൂക്കിൽ നിന്ന് രക്ഷപ്പെടാൻ 10 ലക്ഷം ചെലവായി. ചെലവായാലെന്താ? പറഞ്ഞ പോലെ തന്നെ ആ പഹയൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലേ? ആരുടെ കാര്യമൊക്കെ? ജുഗീന്ദർ, തമിഴ്നാട്ടിലെ ഓപ്പറേഷന് ഞാൻ ഏർപ്പെടുത്തിയ വാടക കൊലയാളി. അലി, മദ്രാസിലെ നമ്മുടെ ഏജന്റിനെ വിളിച്ച് എന്റെ വക നന്ദിയും ഒരു സ്പെഷ്യൽ സമ്മാനവും കൊടുത്തേക്ക്. ഓ, ഇക്ക ഒരാഴ്ച കഴിഞ്ഞ്. ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അതപ്പ നോക്കാം. നിങ്ങൾ ബേജാറാതിപ്പിക്കുക. ഒരാഴ്ച കഴിഞ്ഞ തൂക്കല്ലേ? തനിക്കെന്താ ഇത്ര സംശയം? സംശയമൊന്നുമില്ല. ഒരാരാച്ചാര് ചോദിക്കാൻ പാടില്ലാത്തതാണ്
എന്നാലും ചോദിക്കാണ്. മുഖവുരയൊന്നും വേണ്ട, കാര്യം പറ. ഹൈദരോട് ഏമാന് ഇത്രയും വിരോധം വരാൻ എന്താ കാരണം? ഇവിടെയുള്ള മറ്റു പല ഏമാന്മാരും മരക്കാരോട് പെരുമാറുന്നത് ഇങ്ങനെയല്ലല്ലോ. കാശി പറഞ്ഞത് തെറ്റിപ്പോയെങ്കിൽ പൊറുക്കണം. ഞാൻ ഈ പോലീസ് യൂണിഫോം ഇടാൻ കാരണം ഹൈദർ മരക്കാരൻ. അയ്യോ, പോലീസിന്റെ യൂണിഫോം ഇടുന്നതിന് മുമ്പ് മറ്റൊരു യൂണിഫോം ഇട്ടുകൊണ്ടാണ് നടന്നിരുന്നത്. സെമിനാരിയിൽ പഠിക്കുന്ന ഷമ്മാശന്റെ വെളുത്ത കുപ്പായം. ആ എന്നെ ഒരു പോലീസുകാരനാക്കിയത് ഹൈദറ. ചെറുപ്പം മുതലേ പോലീസിൽ ചേരണമെന്നായിരുന്നു എന്റെ മോഹം. SI സെലക്ഷൻ വരെ കിട്ടിയതാ. അപ്പോഴാണ് അറിയുന്നത് ഇരവേലിൽ മാത്യു നരിമാൻ ആറ്റുനോറ്റുണ്ടായ എന്നെ ഒരു പട്ടക്കാരനാക്കാൻ നേർച്ചയുണ്ട്. അപ്പച്ചന്റെ അമ്മച്ചന്റെ ആഗ്രഹത്തിന് കൊടുക്കാൻ ഞാൻ സമ്മതിച്ചു. ബൈബിൾ പഠിക്കുന്നതിനിടയിലും ഓട്ടവും ചാട്ടവും സിനിമയൊക്കെ എനിക്കിഷ്ടമായി. അന്നും പതിവ് പോലെ മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് ഞാൻ സെക്കൻഡ് ഷോയ്ക്ക് ഇറങ്ങി. ധൃതിയിൽ പോകുകയായിരുന്ന ഞാൻ റോഡിൽ വല്ലാത്ത ഒരു കാഴ്ച കണ്ടു. ജീവിതത്തിൽ ആകെ 2 പേരെ എന്റെ ദേഹത്തോട്ട് വേദനിപ്പിച്ചിട്ടുള്ളൂ. അതിലൊരാൾ എന്റെ ബിസിനസ് പാർട്ട്ണർ യൂസുഫ് ഖാൻ. അയാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്റെ ആദ്യത്തെ കൊലപാതകം അതായിരുന്നു. രണ്ടാമത്തെ ആൾ DIG മാരാർ, നിന്റെ ഡാഡി. ഒരിക്കൽ 24 മണിക്കൂർ എന്നെ അയാളുടെ കസ്റ്റഡി കിട്ടി. കാലിലെ പെരുവിരൽ മുതൽ ശിരസ് വരെ ഇഞ്ചിഞ്ചായി നിന്റെ ഡാഡി എന്നെ തല്ലിച്ചതച്ചു. കാലപ്പഴക്കം ചെല്ലും തോറും പ്രതികാരത്തിന് മൂർച്ച കുറയുകയാണ് പതിവ്. പക്ഷെ എന്റെ കാര്യത്തിൽ നേരെ മറിച്ച 2 പ്രാവശ്യം അയാളുടെ തലയ്ക്ക് ഞാൻ ഉന്നം വെച്ചു. ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് നിന്റെ ഡാഡി ഇത്രയും നാൾ രക്ഷപ്പെട്ടത്. വീണ്ടും ഒന്ന് ശ്രമിച്ചാൽ ഹൈദർക്ക് അയാളെ കൊല്ലാം. വയസ്സുകാലത്ത് ആകെയുള്ള മകന്റെ മരണത്തോളം വരില്ലല്ലോ മറ്റൊരു വേദനയും പ്രതികാരവും. നിന്നോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഇനി നീ ജീവിച്ചിരുന്നാൽ അതെനിക്ക് ആപത്താണ്. കാരണം ഈ വിറ്റ്നസ് ആണ് നീ. അലി, നാസർ, ആരാണ് നോക്ക്. ഈ ബോർഡ് രണ്ടു കൊടുത്ത് മാറ്റിയിട് വേഗം.
3-4 ദിവസം ആരോടും ഒന്നും ഞാൻ പറഞ്ഞില്ല. പത്രത്തിൽ ദിവസവും ഇരട്ട കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തകൾ. ഞാൻ കണ്ട സത്യം ഏറെ നാൾ മനസ്സിൽ ഒളിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. ആദ്യം സെമിനേരിയിലെ പ്രിൻസിപ്പൽ അച്ഛനോട് പറഞ്ഞു, പിന്നീട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു. എന്നെ കാണാൻ വലിയ ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും വരുമെന്ന് ഞാൻ കരുതി. പക്ഷെ വന്നത് മറ്റൊരാൾ. ഇതിനെന്ത് വില വരും? 5 രൂപ. അതൊന്ന് വാങ്ങിയപ്പോഴല്ലേ. ഇന്ന് ഞാനിതിന് 5 ലക്ഷം രൂപയാണ് വിലയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഷെമ്മാശൻ സാക്ഷി പറഞ്ഞാലും കോടതി എന്നെ ശിക്ഷിക്കില്ല. പക്ഷെ മറിച്ച് സാക്ഷി പറഞ്ഞാൽ ഞാൻ ഷെമ്മാശനെ ശിക്ഷിക്കും. ഈ കൈ ഒരുപാട് ചോര കണ്ടത്, പക്ഷെ ഒരു പുരോഹിതന്റെ രക്തം ഇതിൽ പുരളരുത്. എനിക്കത് നിർബന്ധമുണ്ട്. പൊയ്ക്കോ, പൊയ്ക്കോളൂ. ഹൈദറുടെ ഭീഷണി കേട്ടപ്പോ ഭയത്തെക്കാളേറെ വാശിയാണ് എനിക്ക് തോന്നിയത്. എന്ത് വന്നാലും സാക്ഷി പറയണമെന്ന് ഞാൻ ഉറപ്പിച്ചു. പോലീസിനെ അത്ര വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നരസിംഹ മന്നാടിയാരെ ഞാൻ വിവരം അറിയിച്ചത്. പോലീസിന് സത്യമല്ല, ഹൈദറാണ് വലുത്. അതുകൊണ്ടാണല്ലോ എന്നെ വിലയ്ക്ക് വാങ്ങാൻ ഹൈദർ തന്നെ വന്നത്. ഹോം മിനിസ്റ്റർക്കും ഐ ജിക്കും എന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന്. പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ മന്നാടിയാരോടാണ്. അതുകൊണ്ടാണൊന്ന് കാണണമെന്നും പറഞ്ഞ് മന്നാടിയാർക്ക് ഞാൻ ഫോൺ ചെയ്തു. ഹൈദറുടെ കുത്തേറ്റ് വീരസിംഹം പിടയുന്നത് ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡും വേണ്ട ഹൈദറെ എനിക്ക് തിരിച്ചറിയാൻ. കോർട്ടിൽ ഷെമ്മാശൻ ഐ വിറ്റ്നസ് ആകുമ്പോൾ അതിന് വിലയുണ്ട്. പക്ഷെ ആ സത്യം പറയുന്നത് വരെയെങ്കിലും എനിക്ക് ജീവിച്ചിരിക്കണം.